ഈ ഒരു പോക്കറ്റ് കയറുന്ന പ്രൈസ് അവന്മാർക്ക് വയ്ക്കാൻ പറ്റും, പക്ഷേ ഈ പറയുന്ന സാധനം ഒന്നും തരില്ല. അതെന്തോന്ന് പരിപാടിയുടെ അത് അവർ പ്രോ വേരിയൻസിൽ അവർ കൊടുക്കുകയുള്ളൂ. 1,12,000 രൂപ കൊടുത്ത് 16 Pro വാങ്ങാവുന്നതാണ്. അതിപ്പോൾ എല്ലാവരും ഒരു വിലയൊക്കെ തന്നെ, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പറയാൻ. പിന്നെ 17 സീരീസ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2025 വാങ്ങാവുന്ന ബെസ്റ്റ് ഐഫോൺസിനെ പറ്റിയിട്ടാണ്. സോ ഒരുപാട് നോക്കുന്ന ഒരു വീഡിയോ ആയിരിക്കാം ഇത് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ചിലപ്പോൾ അങ്ങനെ അല്ലാതെ ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ മതി പോരാടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോ. അതും തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയ ഐഫോൺ 16 സീരീസിലേക്ക് വരാം. അതിലെ പ്രോ വേരിയൻസ് ആയ 16 Pro ആൻഡ് Pro Maxിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറയാം. അപ്പോൾ അതറിയാമെന്നുള്ളവരൊന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. രണ്ടിലും OLED ഡിസ്പ്ലേക്കാണ് വരുന്നത്. പിന്നെ 120Hz പ്രൊമോഷൻ ടെക്നോളജിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിപ്സെറ്റിലേക്ക് വരുമ്പോൾ A18 Pro എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 120 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ Type-C ഒക്കെയാണ് വരുന്നത്. ആൾവേസ് ഓൺ ഡിസ്പ്ലേ, ക്യാമറ കൺട്രോൾ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. രണ്ടിൻ്റെയും ആകെ കൂടിയുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേയും ബാറ്ററിയാണ്. അതായത് 6.3 ഇഞ്ചസ് ആണ് പ്രോ വരുന്നത് 16 Pro. പിന്നെ 6.9 ഇഞ്ചസ് ആണ് 16 Pro Max വരുന്നത്. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 3582 mAh ആണ് നമ്മുടെ 16 Proയിലേക്ക് വരുന്നത്. 16 Pro Maxിൽ വരുമ്പോൾ അത് 4685 mAhൻ്റെ ബാറ്ററിയാണ്. സോ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. സോ ഈ ഒരു 16 Pro എന്ന് പറയുന്നത് പ്രോ യൂസേഴ്സിനുള്ളതാണ്. അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഗെയിമിങ്ങും പെർഫോമൻസും ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വേണമെന്നുള്ളവർക്ക് പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതായത് ഒരു ടോപ്പ് ലെവൽ പെർഫോമൻസ് താല്പര്യമുള്ളവർക്ക് നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു 16 Pro ആൻഡ് Pro Max. പിന്നെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ്സിലൊക്കെ വിവോയുടെ X200 Pro പോലത്തെ കിടിലം സ്മാർട്ട് ഫോൺസ് ഒക്കെ ഉണ്ട്. സോ അത് നോക്കാവുന്നതാണ്. പക്ഷേ വീഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഐഫോൺ 16 Pro ഇവിടെ നിങ്ങൾക്ക് 4K 120 FPS വരെ കിട്ടും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഒരു 16 Pro ആൻഡ് Pro Max. എനിക്ക് പറയാനുള്ളത് 16 Pro എടുക്കുന്നതായിരിക്കും നല്ലത്. Pro Max നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററിയുടെ ഒരു ചേഞ്ചസും പിന്നെ ഡിസ്പ്ലേയുടെ സൈസും മാത്രമേ വരണുള്ളൂ. ബാക്കികളൊക്കെ സെയിം ആണ്. പിന്നെ ഈ ഒരു പറഞ്ഞതൊക്കെയാണ് നമ്മുടെ 16 Pro ആൻഡ് Pro Maxിലേക്ക് വെച്ച് വരുന്ന ബാറ്ററി കപ്പാസിറ്റി. സോ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൽ 6000 mAhൻ്റെ ബാറ്ററി വരെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺസ് ഉണ്ട്. iQ13, OnePlus 13R അതൊക്കെ. സോ അതെല്ലാം ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ്സ് നോക്കാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരുപാട് ആൻഡ്രോയിഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് പ്രൊമോഷൻ ചെയ്തതാണെന്നൊന്നും പറയരുത്. താഴെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു സബ്സ്ക്രൈബർ കൗണ്ടിൽ ആരും പ്രൊമോഷനൊന്നും തരില്ല. 16 Pro ആൻഡ് Pro Max നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്ലോ ചാർജിങ് ആണ്. സോ ആൻഡ്രോയിഡ്സിൽ 120 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് വരെ കിട്ടുന്ന സ്മാർട്ട് ഫോൺസും കിട്ടുന്നുണ്ട്. സോ അതും ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ആൻഡ്രോയിഡ്സ് താല്പര്യമില്ലാത്തവർക്ക് ഈ പറയും പോലെ 16 Pro ഒക്കെ നോക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് 16 Pro ആയിരിക്കും നല്ല ചോയ്സ്. നമ്മുടെ ഐഫോൺ 16 Pro Maxിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ 256GB ROM വേരിയൻറ്റ് 1,34,900 രൂപീസിനൊക്കെയാണ് വരുന്നത്. അതായത് 1,35,000 രൂപയ്ക്കാണ് ഈ ഒരു Pro Max വരുന്നത്. പിന്നെ നമ്മുടെ 16 Proയിലേക്ക് വരുമ്പോൾ 128GB ROM വേരിയൻറ്റ് 1,11,900 വരുന്നത്. അതായത് 1,12,000 രൂപയ്ക്കാണ് ഈ ഒരു Pro വരുന്നത്. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 16 Proയുമായിട്ട് പോകുന്നതാണ്. ഈ ഒരു 1,12,000 രൂപീസിന് നമ്മുടെ 16 Pro ഒരു നല്ല ചോയ്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോ വേരിയൻസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി S25 Ultra ഈ ഒരു പ്രൈസാണ്. നമ്മുടെ S24 Ultra ഈ ഒരു പ്രൈസാണ്. S24 Ultra ഒരു നല്ല ചോയ്സാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആൻഡ്രോയിഡ്സിലോട്ടും പോവാം. ഇനി പ്രോ അല്ലാത്ത വേരിയൻസ് ആയ നമ്മുടെ ഐഫോൺ 16 ആൻഡ് 16 Plusലേക്ക് വരുമ്പോൾ രണ്ടിലും OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 60 Hz ആണ് കിട്ടുന്നത്. A18 ചിപ്സെറ്റാണ്. 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ Type-C ആണ് വരുന്നത്. ക്യാമറ കൺട്രോളൊക്കെ കിട്ടുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല. പിന്നെ ഇതിലെയും വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേയും ബാറ്ററിയും തന്നെയാണ്. ഈ ഒരു 6.1 ഇഞ്ചസ് ആണ് നമ്മുടെ 16 വരുന്നത്. 6.7 ഇഞ്ചസ് ആണ് നമ്മുടെ 16 Plus വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററിക്കൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6000 mAhൻ്റെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസും ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതന്നേ ഉള്ളൂ. സോ ഇവിടെയും നിങ്ങൾക്കൊരു ടോപ്പ് ലെവൽ പെർഫോമൻസ് കിട്ടും. സോ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും 16 പരിഗണിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു നല്ല വീഡിയോ ക്വാളിറ്റിയൊക്കെ എടുക്കാൻ പറ്റും. സോ വ്ളോഗിങ്ങിനൊക്കെ ആണെങ്കിൽ നോക്കാം. നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേയുടെയും ബാറ്ററിയുടെയൊക്കെ ചേഞ്ചസ് മാത്രമാണ് ഈ ഒരു 16 Plusഉം 16 തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പ് ലെവൽ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു പോക്കറ്റ് കയറുന്ന പ്രൈസിലും 60 Hz അവന്മാർ തരുന്നുള്ളൂ. അപ്പം അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. നമ്മുടെ ആൻഡ്രോയിഡ്സിൽ 15,000 രൂപയുടെ സ്മാർട്ട് ഫോണിലും 20,000 രൂപയുടെ സ്മാർട്ട് ഫോണിൽ വരെ ഉണ്ട് ഈ 120 Hzഉം 144 Hzഉം. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലും അവന്മാർ 120 Hz ഒന്നും തരില്ല, 60 Hz തരുള്ളൂ.
അതൊക്കെ അവരെ പ്രോ വേരിയൻസി മാത്രമേ അവർ പ്രൊമോഷൻ ടെക്നോളജി കൊടുക്കുകയുള്ളൂ. സോ പ്രൊമോഷൻ ടെക്നോളജി വേണമെങ്കിൽ നിങ്ങൾ 1,12,000 രൂപ കൊടുത്ത് 16 Pro വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ iPhone 17 സീരീസിനെ പറ്റിയുള്ള കുറച്ച് ലീക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇത് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ലെങ്തി ആയി പോകും. അപ്പോൾ അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞേക്കാണ് ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി, പിന്നെ സ്ലോ ചാർജിങ് ആണ്. നമ്മുടെ ആൻഡ്രോയിഡ്സിൽ 20,000-ൻ്റെയും 30,000-ൻ്റെയൊക്കെ സ്മാർട്ട് ഫോണിൽ വരെ കിട്ടുന്നുണ്ട് 120 വാട്ട്സും 100 വാട്ട്സിൻ്റെയൊക്കെ ചാർജിങ്. അപ്പോൾ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ വലിയ ഡിസ്പ്ലേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ iPhone 16 Plus നോക്കാം, അല്ലെങ്കിൽ 16 ആയിരിക്കും ഒരു നല്ല ചോയ്സ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ 16-ൽ കിട്ടുന്നില്ല. 16 Plusലും 16-ലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കിട്ടുന്നില്ല. അത് അവർ പ്രോ വേരിയൻസിൽ അവർ കൊടുക്കുകയുള്ളൂ. ഈ ഇത്രയും പൈസ വെച്ചിട്ട് പറയണതാണ്. പിന്നെ ബോക്സിനകത്ത് ചാർജറൊന്നുമില്ല. അതിപ്പോൾ എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെ, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പറയാൻ. പിന്നെ ഇപ്പം പറയണമെങ്കിൽ ഇത് നമ്മുടെ ചാർജർ വയ്ക്കുന്നവരാണ് എടുത്ത് പറയാനുള്ളത്, വയ്ക്കാത്തവരെ കാട്ടി. കാരണം വയ്ക്കുന്നവരാണ് കുറവ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഇനി കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു പോക്കറ്റ് കയറുന്ന പ്രൈസ് അവന്മാർക്ക് വയ്ക്കാൻ പറ്റും, പക്ഷേ ഈ പറയുന്ന സാധനം ഒന്നും തരില്ല. അതെന്തോന്ന് പരിപാടിയുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ iPhone 16 and 16 Plus ഏതെങ്കിലുമൊക്കെ നോക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് 16 ആയിരിക്കും കുറച്ചുകൂടെ ഒരു നല്ല ചോയ്സ്. അപ്പോൾ നമ്മുടെ iPhone 16 Plusൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 128 GB ROM വേരിയൻറ്റ് 82,900 rupees-നാണ് വരുന്നത്. അതായത് 83,000 രൂപയ്ക്ക് നിങ്ങൾക്ക് iPhone 16 Plus നോക്കാവുന്നതാണ്. 16-ലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 128 GB ROM വേരിയൻറ്റ് 73,500 rupees-നാണ് വരുന്നത്. സോ 16 ആയിരിക്കും ഒരു നല്ല ചോയ്സ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു വലിയ ഡിസ്പ്ലേ, നല്ല കുറച്ചും കൂടെ കൂടുതലുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വേണമെങ്കിൽ 16 Plus നോക്കാവുന്നതാണ്. അടുത്തതായി വരുന്നത് നമ്മുടെ iPhone 15 and 15 Plus ആണ്. സോ ഈ വരുന്ന സെയിലിൽ ഒരുപാട് വാങ്ങാൻ നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു iPhone 15 and 15 Plus. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെയും സ്പെസിഫിക്കേഷൻസ് ഒന്ന് പെട്ടെന്ന് പറയാം. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ OLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 60 Hz റിഫ്രഷ് റേറ്റാണ് കിട്ടുന്നത്. A16 Bionic ചിപ്പ്, 48 MP മെയിൻ ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ Type-C ഒക്കെയാണ് വരുന്നത്. ക്യാമറ കൺട്രോൾ കിട്ടുന്നില്ല, അത് നമ്മുടെ 16 സീരീസിൽ മാത്രമാണ് വരുന്നത്. അപ്പോൾ ക്യാമറ കൺട്രോൾ എനിക്ക് വലിയ ഉപയോഗമുള്ളതായിട്ട് തോന്നുന്നില്ല, പക്ഷേ അത് ഇഷ്ടമുള്ളവരും കാണുമായിരിക്കും. അപ്പം അവർക്ക് 16 നോക്കാവുന്നതാണ്. ഇതിൽ ക്യാമറ കൺട്രോൾ വരുന്നില്ല. ഇവിടത്തെയും വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേയും ബാറ്ററിയും തന്നെയാണ്. 15-ലേക്ക് വരുമ്പോൾ 6.1 ഇഞ്ചസ് ആണ്, 15 Plus-ലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസ് ആണ് ഡിസ്പ്ലേ. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 15-ൻ്റെ എന്ന് പറയുന്നത് 5549 mAh ബാറ്ററിയാണ്. 15 Plus-ലേക്ക് വരുമ്പോൾ 4383 mAh ബാറ്ററിയൊക്കെയാണ് വരുന്നത്. സോ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസങ്ങളൊക്കെ എടുത്ത് പറയാനുള്ളത്. ബാക്കിയെല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. സോ A16 Bionic ചിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ കിട്ടും. പിന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 60 Hz ആണ് കിട്ടുന്നത്. പിന്നെ സ്ലോ ചാർജിങ് ആണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. വലിയ ഡിസ്പ്ലേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ iPhone 15 Plus നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ 15 ആയിരിക്കും ഒരു നല്ല ചോയ്സ്. ഈ ഒരു 15 Plus-ൻ്റെ ഡിസൈൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് 15 ആണോ 13 ആണോ 14 ആണോ എന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഡൈനാമിക് ഐലൻഡ് കാണിച്ചു കൊടുക്കേണ്ടി വരും, എങ്കിലും അവർക്ക് മനസ്സിലാവും ഇതൊരു 15 ആണെന്നുള്ളത്. ഒരുപോലത്തെ ഡിസൈൻ ആയതുകൊണ്ട് മനസ്സിലാവില്ല. പിന്നെ ഇനി വരാൻ പോകുന്ന ബിഗ് ബില്യൺ ഡേയ്സിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ ഒരുപാട് വാങ്ങുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു 15. അപ്പോൾ നമ്മുടെ iPhone 15 Plus-ലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 128 GB ROM വേരിയൻറ്റ് 72,900 rupees-നൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ iPhone 15-ലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 128 GB ROM വേരിയൻറ്റ് 59,600 rupees-നാണ് വരുന്നത്. iPhone 15 Proയും ഒരു നല്ല ചോയ്സ് ആണ്. പിന്നെ നമ്മുടെ iPhone 14 അല്ലെങ്കിൽ 14 Plus, അത് ഞാൻ എടുക്കാൻ വലുതായിട്ട് പറയില്ല. നിങ്ങൾക്ക് 15 അല്ലെങ്കിൽ 15 Plus വരെയൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ OLED ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ 60 Hz റിഫ്രഷ് റേറ്റാണ്. പിന്നെ A15 Bionic ചിപ്പാണ്, 12 MP മെയിൻ ക്യാമറ. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലൈറ്റ്നിങ് പോർട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഈ ഒരു 2025-ൽ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേ ബാറ്ററിയും തന്നെയാണ്. 6.1 ഇഞ്ചസ് 14-ഉം 6.7 ഇഞ്ചസ് 14 Plus-ഉം 3279 mAh ആണ് 14-ൻ്റെ ബാറ്ററി. 4325 mAh ആണ് 14 Plus-ൻ്റെ ബാറ്ററി. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലൈറ്റ്നിങ് പോർട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 60 Hz ആണ് കിട്ടുന്നത്. കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫും കിട്ടും, നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും കിട്ടും, കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കിട്ടും. പിന്നെ നോ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അഥവാ ടച്ച് ID, ഓൺലി ഫേസ് ID. എന്തുവാടേ, എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ പറയുന്നത് അതാണ് കൂടുതൽ സെക്യൂർ എന്നാണ്. എനിക്ക് പറയാനുള്ളത് രണ്ടും വയ്ക്കായിരുന്നു. പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ iPhone 14-ൻ്റെ 256 GB ROM വേരിയൻറ്റ് 63,900 രൂപയ്ക്കൊക്കെയാണ് വരുന്നത്. നമ്മുടെ 14 Plus-ലേക്ക് വരുമ്പോൾ 128 GB ROM വേരിയൻറ്റ് 69,900 rupees-നാണ് വരുന്നത്. സോ എന്തുകൊണ്ടും 15 ആയിരിക്കും ഒരു നല്ല ചോയ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ പറഞ്ഞെല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറയാം. അപ്പോൾ നിങ്ങളൊരു പ്രോ യൂസർ ആണെങ്കിൽ ഗോ ഫോർ 16 Pro,
വലിയൊരു ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ 16 Pro Max. എനിക്ക് പറയാനുള്ളത് 16 Pro ആയിരിക്കും ഒരു നല്ല ചോയ്സ്. കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ആപ്പിൾ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഒരു ടോപ്പ് ലെവൽ പെർഫോമൻസും ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റുന്ന അടുത്തൊരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ 16 അല്ലെങ്കിൽ 16+. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ഡിസ്പ്ലേ ആണെങ്കിൽ 16+ലേക്ക് പോകാം. കുറച്ചും കൂടെ കൂടുതൽ ബാറ്ററി ലൈഫും കിട്ടും. കുറച്ചും കൂടെ ലോവസ്റ്റ് ബഡ്ജറ്റ് റേഞ്ചിലാണെങ്കിൽ നമ്മുടെ 15 അല്ലെങ്കിൽ 15+ ഉണ്ട്. 15 ആയിരിക്കും ഒരു നല്ല ചോയ്സ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേ ബാറ്ററി ലൈഫ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 15+ നോക്കാവുന്നതാണ്. ഇതല്ലാതെ ഐഫോൺ 13, 12, 11 അല്ലെങ്കിൽ താഴോട്ടുള്ള മോഡൽസ് ഒന്നും നോക്കാൻ പോരുത് ഈ 2025. അതിനും വേണ്ടി അതിലൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ 16e നോക്കാവുന്നതാണ്. ഒരു നല്ല സ്മാർട്ട് ഫോണാണ്, അത്ര നല്ലതെന്നൊന്നും പറയാനില്ല. പിന്നെ നമ്മുടെ 14 Pro അത്യാവശ്യം നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ നിങ്ങൾ ബഡ്ജറ്റൊക്കെ റെഡിയാക്കി കാത്തിരിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ വരെ ഒന്ന് നോക്കുക. നമ്മുടെ ഐഫോൺ 17 സീരീസൊക്കെ ആ ഒരു സമയത്ത് ലോഞ്ച് ആവും. മേ ബി കുറച്ചും കൂടെ ഒരു നല്ല ഫീച്ചേഴ്സൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ താല്പര്യം ഉണ്ടെങ്കിൽ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു 60 Hz ഒക്കെ മാറ്റിയിട്ട് വരുന്ന ഡിസ്പ്ലേ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 17 സീരീസിൻ്റെ ലീക്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു BBD സെയിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലും ഒക്കെ ഐഫോൺസിൻ്റെ ഒരു ലീക്ക്ഡ് പ്രൈസൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ പറഞ്ഞതെല്ലാം ഓൺലൈൻ പ്രൈസിങ് ആണ്. അപ്പം അല്ലാത്ത നിങ്ങൾക്ക് അറിയാമല്ലോ സെക്കൻഡ് ഹാൻഡും കാര്യങ്ങളും അതൊക്കെ വേറെ പ്രൈസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. സോ ഇതൊക്കെയാണ് 2025 വാങ്ങാവുന്ന ബെസ്റ്റ് ഐഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.